നമസ്കാരം. കേവലം 500 രൂപ മാറ്റിവെച്ച് അടുത്ത 15 വർഷത്തിനുള്ളിൽ ഒരു കോടീശ്വരനാവാൻ ആഗ്രഹമുണ്ടോ? വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു സിസ്റ്റം ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഓർ info@vinishrohini.com മെയിൽ ചെയ്യാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജെന്യൂൻ ആണ്. എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മാന്യമായിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. ലോങ് ടൈമിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഒരു ഷോർട്ട് ടൈം ആയിട്ട് 1 വർഷത്തിലോ 2 വർഷത്തിലോ 5 വർഷത്തിനിടയിലോ ഒക്കെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ആ ഒരു ലെവലിലെ പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ 3 വർഷത്തിലും 5 വർഷത്തിനിടയിൽ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഡബിൾ ആയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് ഒരു 30, 40, 50% റിട്ടേൺ കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമുക്കൊരു 2 വർഷം 3 വർഷത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫണ്ട് ഡബിളായ സാഹചര്യങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ ഫണ്ട് ഡബിളായി എന്ന് വിചാരിച്ച് എന്നും ഡബിൾ ആവില്ല. അപ്പോൾ തന്നെ എടുത്തിട്ട് പോകലാണ് ഏറ്റവും ബുദ്ധി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. കാരണം ലോങ് ടേം വിഷനിലൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ രീതിയിൽ റിട്ടേൺസ് കാര്യങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഞാനൊരു ഫ്ലെക്സി ക്യാപ്പാണ് പറയുന്നത്. ഈ 500 രൂപ നമുക്ക് മാറ്റി വെച്ച് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു കാൽക്കുലേറ്ററിൽ പോയി നോക്കാം. കാൽക്കുലേറ്റർ പോകുമ്പോൾ നമ്മളൊരു 15,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. 500 മാറ്റി വെക്കുമ്പോൾ ഒരു മാസം ഒരു 15,000 രൂപ. 15,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഒരു 16% ആവറേജ് റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടാണെങ്കിൽ 15 വർഷം കൊണ്ട് നമുക്ക് ഒരു കോടീശ്വരനായിട്ട് മാറും. ഒരു കോടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പലപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. അങ്ങനെ 1,12,28,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 15,000 രൂപ സ്പെൻഡ് ചെയ്യണം. 16%. ഈ 16% റിട്ടേൺ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു ഫണ്ടാണ് HSBCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. HSBC എന്ന് പറഞ്ഞാൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസാണ്. ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുള്ള വലിയൊരു കമ്പനിയാണ്. നല്ല ഫണ്ടാണ്. HSBC എന്ന് പറഞ്ഞൊരു ബാങ്ക് കൂടിയാണ്. HSBCയുടെ ഈ ഒരു ഫണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. 2013 ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം 1 ഇയറിൽ 48%, 3 ഇയറിൽ 22%, 5 ഇയറിൽ 19%. ഇത് സ്റ്റാർട്ട് ചെയ്ത 2013 മുതൽ ഇതുവരെ ഇത് കൊടുത്തിട്ടുള്ളത് 16.21% എല്ലാ വർഷവും റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ 500 ടോട്ടൽ റിട്ടേണിന്റെ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഫണ്ടിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. മിനിമം 1000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഓർ നിങ്ങൾക്ക് 1000ന്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര വേണം ചെയ്യാൻ പറ്റും. ഒരു ലംസമായിട്ടാണ് നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഒരു 5,000 രൂപ വേണ്ടി വരും. അതുപോലെ ഇതിനൊരു എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 1% ആണ് എപ്പോഴും ചാർജ് ചെയ്യുന്നത്. 1 ഇയറിനുള്ളിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലൊരു 1% ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, ചാർജ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആലിസ് ബ്ലൂവിന്റെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള. ആലിസ് ബ്ലൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ alisbluebroking.com എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. സിമ്പിളായിട്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ KYC കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിലിലേക്കും യൂസർ ID യും പാസ്വേഡും വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ Google Pay വഴി ഫണ്ട് ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് അവർ ചെയ്യുന്നത്, റൈസ് എന്ന പേരിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മോഡിറ്റി കറൻസി ഓപ്ഷൻസ് ഇങ്ങനെ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. ആലിസ് ബ്ലൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലിസ് ബ്ലൂ ഇത് രണ്ടായിട്ട് കൊണ്ടുപോവുകയാണ്. മീൻസ് ഒരു ഫണ്ട് എടുത്തിട്ട് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ ഒരൊറ്റ ഫണ്ട് മാത്രം മതിയാവും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് സെപ്പറേറ്റ് തന്നെ ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. എനിവേ നമ്മുടെ HSBCയുടെ ഫണ്ട് ഈ കാണുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫണ്ടിൻ്റെ വിശദാംശങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പോഴാണത് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ തന്നെ എത്ര % റിട്ടേൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ എക്സിറ്റ് ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ഫണ്ടാണ്. പിന്നെ 4 സ്റ്റാർ റേറ്റിംഗും ഉള്ള ഫണ്ട് തന്നെയാണ്. സോ എല്ലാവരും HSBCയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇനി എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 500 രൂപ വെച്ചിട്ട് ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കണമല്ലോ. ഈ പൈസ പലരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും, എങ്ങനെ സ്വരൂപിക്കും എന്നത് എല്ലാവരും ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഒരു കാര്യമാണ്. വളരെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് നിൽക്കുന്ന സമയത്തൊന്നും നമുക്ക് ഈ 500 രൂപ നമുക്ക് ഒരിക്കലും സമ്പാദിക്കാൻ നമുക്ക് പറ്റില്ല. ഈ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ടുള്ള ഒരു പാസീവായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് എപ്പോഴും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഒരു സമയത്തിനപ്പുറം കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഒരു പാസീവായിട്ടുള്ള ഇൻകം സോഴ്സ് കണ്ടെത്തിയിട്ട് അതിലൂടെ ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞു 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടി നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഇതൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടുന്ന ഒരു പരിപാടിയാണ്. സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്നവർ 1000 രൂപ ആവറേജ് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ 1000-ന് മുകളിലൊക്കെ ഇപ്പോൾ സാലറി കിട്ടുന്നുണ്ട്. ഒരു 500 രൂപ ഒരു ദിവസേന മാറ്റി വെച്ച് ഒരു 15,000 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 15 വർഷം കൊണ്ട് അവൻ കോടീശ്വരനാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയൊന്നുമില്ല. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പാസീവായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ അവലംബിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ഗാർഡനിങ് നടത്തിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിൽ കുറേ ചെടികൾ
വളർത്തിയിട്ട് ഓരോ ചെടി ആമസോണിൽ വിറ്റ് കഴിഞ്ഞാൽ ടാക്സും ഇല്ല. ഒരു 500 രൂപ ഒരു ഓർഡർ വന്ന് 500 രൂപ വെച്ച് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ലേഡീസിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ഓൺലൈനിലൂടെ എന്തെങ്കിലും ഒരുപാട് എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ട് ഒരു 500 രൂപ ഉണ്ടാക്കാൻ പറ്റും. ആ 500 രൂപയിൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ 500 രൂപ മാറിയിട്ട് പിന്നെ 1000 10,000 20,000 50,000 ഫോക്കസ് വരുന്ന സമയത്ത് നമ്മൾക്ക് അത്രത്തോളം എഫേർട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഉണ്ടാക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് ബിസിനസ് മോഡലോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫണ്ട് വേണമെങ്കിൽ 3 വർഷം കൊണ്ട് എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 30%, ഇവർ പറഞ്ഞ 20-30% ആ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എടുത്തിട്ട് 2 വർഷം 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഫണ്ടിനകത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും ലാസ്റ്റ് 1 ഇയറിൽ 48% റിട്ടേൺ തന്നു. അത് നിങ്ങൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കിട്ടും. പിറ്റത്തെ വർഷം 1,48,000. അപ്പോൾ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ട് പോവുക. കാരണം 1.48 എടുക്കുക. ഇല്ലെങ്കിൽ എന്താ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കുറേ വർഷങ്ങളാകുമ്പോൾ പിറ്റത്തെ വർഷം 48 കിട്ടില്ല. പിറ്റത്തെ വർഷം വീണ്ടും കുറയും. അങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് 16% എത്തിപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഒരു വർഷം കൊണ്ട് കിട്ടിയ പൈസ അടുത്ത വർഷം വളരെ കുറച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയത്ത് മാക്സിമം എടുക്കുക, എക്സിറ്റ് ചെയ്യുക, എന്നിട്ട് പുതിയ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ലോങ് ടേം വിഷനിൽ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെറുതെ കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ, വെറുതെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് വെറുതെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ലോങ് ടേമിൽ ചെയ്യുക. പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽത്ത് ക്രിയേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ ഒരു 1000, 10,000, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് വെൽത്ത് അല്ല. ഇത് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ടൈറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ട് നമ്മൾ അവിടെ ഇട്ടു. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഇത് എടുക്കാനുള്ള തോന്നൽ നമുക്ക് വരും, പെട്ടെന്ന് എടുക്കാനുള്ള. അപ്പോൾ ആ തോന്നൽ വരാനുള്ള കാരണം നമ്മുടെ കയ്യിൽ വെൽത്ത് ഇല്ല. അപ്പോൾ നന്നായിട്ടൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വൈകാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണി റിവയർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചാനലുണ്ട്. ആ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ വീഡിയോ ആണ്, റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.